അഞ്ജുവിനോട് ഞാൻ കൂടുതൽ ഫ്രീഡം എടുക്കുന്നൊന്നും വിചാരിക്കരുത്. ഈ ലേഡീസിന്റെ സെലക്ഷൻ നിങ്ങൾക്കല്ലേ അറിയൂ. ഇറ്റ്സ് ഓക്കെ. റോയ് ഓർക്കുമെങ്കിലും ചെയ്തല്ലോ. സോറി. ഏയ് നത്തിങ്. ഇതെങ്ങനുണ്ട്? റോയുടെ വൈഫ് കാണാൻ എങ്ങനെ? ഫെയർ ആണോ? അതൊന്നും നോക്കണ്ട. അഞ്ജുവിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്. ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. വാവ്. ഹൗസ് ഇറ്റ്? മാഡം, ഈ ഡയമണ്ട്സ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ്. ഹാറ്റ്സ് ആൻഡ് ആരോസ്, എ റെയർ കളക്ഷൻ. ഓ, Actually, it suits you well. താങ്ക്സ്. Why don't you keep it? Hey, I'm not joking. ആനയ്ക്ക് നമുക്ക് വേറെ സെലക്ട് ചെയ്യാം. You keep it. ഏയ് വേണ്ട. റോയ് വൈഫിന് വേണ്ടി സെലക്ട് ചെയ്തല്ലേ. അവൾ എന്തിട്ടാലും കണക്കാ. You keep it. മാഡത്തിന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. ഏയ് റോയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ, വൈഫിനും ഇഷ്ടപ്പെടും. Are you sure? You can keep it, I'm saying. I'm sure. ഇത് പാക്ക് ചെയ്തോളൂ. വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിൽ അഞ്ജുവിനൊന്നും തോന്നരുത്. അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനായിട്ടൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റി. ഏയ് ദാറ്റ്സ് ഓൾ റൈറ്റ് റോയ്. ടു ബി ഓണസ്റ്റ് അഞ്ജു, ആനിയും ഞാനും രണ്ട് മനസ്സുമായിട്ടാണ് ഇന്നും ആ വീട്ടിൽ കഴിയുന്നത്. അവൾക്കും അവളുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു ഔട്ട്സൈഡറാണ്. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം സൊസൈറ്റിയിൽ നിലയും വിലയും ഉണ്ടായ ഒരുത്തൻ. അഞ്ജുവിന് എൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. ജീവിതം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേ ദിശയിലേക്കല്ലേ. അഞ്ജുവിനോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരാശ്വാസം. അഞ്ജു പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് റോയ്. അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീക്ക് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു പക്ഷെ അതാവാം എനിക്ക് ശ്രീ ഇപ്പോഴും വെറുക്കാൻ പറ്റാത്തതിന്റെ കാരണം. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. Hello, Priya. How are you, baby? Shall I come now? എത്ര? 17. ആ ചുമ്മാ തള്ളുക. ഡേ എന്ത് പോ. Yeah, you're coming to it, baby. Okay, let's go for one more set. മതി ഇന്നത്തേക്കായി. Dolly, Yeah. I may look so young. Today I completed 59. Oh. Tomorrow I'm going to do 69. Thank you. Come. Roy, Yeah?
Good morning, Roy. വെരി ഗുഡ് മോർണിംഗ്. You got a visitor, Roy. One Miss Daisy. അഞ്ജു സ്പോക്ക് ടു മീ. ഐ കോൾ ഹർ. Okay. കുമാരന്റെ കല്യാണത്തിനടുത്ത സാരിയല്ലേ ഇത്? ഐ റിമെമ്പർ. Come on, Roy. കൊല്ല്. Baby, baby, baby. ഹലോ താര, പ്ലീസ് സെൻഡ് ഡേസി ഇൻ. പ്ലീസ് ആയിരിക്കണേ. May I come in? യാ പ്ലീസ് പ്ലീസ് സിറ്റ്. Thanks. ഹായ്. Hi. ഡേസി അഞ്ജുവിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? അഞ്ജുവിന്റെ ജൂനിയർ ആയിരുന്നു സർ. ഓ, പക്ഷെ കാണാൻ ഡേസിയാണ് കുറച്ചും കൂടി യങ്. യു ഗോട്ട് എ ഗുഡ് സ്മൈൽ. താങ്ക്സ്. ഡേസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആഹാ, മോളങ്ങ് കേറിയായിരുന്നോ? കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഞാൻ ആകെ അങ്ങ് ചുറ്റിപ്പോയെന്നേ. ഡേസിയുടെ അങ്കിൾ? അയ്യോ അല്ല സർ, എന്റെ ഹസ്ബൻഡാ. ഓ, ഹായ് സർ. ചമ്മിപ്പോയി അല്ലേ? കുഴപ്പമില്ല, പലരും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മിയിട്ടുള്ളതാ അല്ലേ ഡേസി? ഓൾറൈറ്റ്. ഈ ഫേമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റൈൽ ഓഫ് വർക്ക്, അതിനെക്കുറിച്ചൊക്കെ അഞ്ജന പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഡേസിയുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ആ, ക്രിയേറ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് there I expect 100% commitment from you, Daisy. Is it okay? Sure sir. 101% ഉറപ്പിക്കാം. അക്കാര്യത്തിൽ ഡേസിയെ കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ. ആ, പിന്നെ there's one more thing. ഞങ്ങളുടെ ക്ലയൻസിൽ ചില ഫോറിനേഴ്സും ഉണ്ട്. അവരുടെ ടൈമിംഗ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. യു ഷുഡ് ബി അവൈലബിൾ 24/7. അതൊന്നും പ്രശ്നമല്ല സാറേ. സാറിന് എപ്പോൾ ആവശ്യമുണ്ടാലും ഒരു കാറും അയച്ചാൽ മതി, അവിടെ ഇഞ്ഞ് വരത്തില്ല. ഉറപ്പാണല്ലോ? ഞാൻ ഗ്യാരണ്ടി. ആ, ഇച്ചേ, ഹസ്ബൻഡ് നല്ല കോപ്പറേറ്റീവ് ആണ്. അയ്യോ, ദുബായിലെ ഷേക്കും ഇത് തന്നെ പറയുന്നത്. ഓ, is it? Well, അപ്പോൾ പിന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അയ്യോ, കാശൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എവക്കൊരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. അല്ലയോ? അപ്പോ സാറ് പോയി കഴിഞ്ഞ് ഡേസി ജോയിൻ ചെയ്തു മതി. നീ നോക്കിക്കോടാ, എൻ്റെ മോനെ ഞാൻ ഇതുപോലൊരു പോപ്പ് സിംഗറാക്കും. എൻ്റെ ആഗ്രഹം ഞാൻ സാധിക്കും ഡോളിലൂടെ. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. സഹായിക്കാൻ വന്നിരിക്കുന്നു. ആ, എന്നാ പണിയാ എന്നെ കാണിച്ചേ? ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടേ തുടങ്ങാവുള്ളൂ. ഞങ്ങൾ തുടങ്ങിയില്ലല്ലോ, തോമച്ചൻ ഇരിക്കേ. പിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാ വരുന്നത്. ഈ കേരളത്തിലെ റോഡിലോ? 100 ഒരു 80. അതൊക്കെ പോട്ടെ, നിന്റെ സംഭവബഹുലമായ ദുബായ് വിശേഷങ്ങളെ കുറിച്ച് പറ. ആദ്യം ഒന്ന് പിടിപ്പിരുത്തോ മച്ചാ, നോർമൽ ആവട്ടെ. ആ, വിശേഷമൊക്കെ ഇപ്പൊ ഇവിടെ അല്ലയോ? കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ ഭാര്യയെ കണ്ടിരുന്നു, ഇന്ദു. ഓ, നിന്റെ പഴയ ഇന്ദു. അളിയാ, നീ അവളെ വിട്ടത് നന്നായി. ഞാൻ വെറുതെ വിശേഷങ്ങൾ അറിയാനൊന്ന് കയറിയതാ. എന്നാ പറയാനാ, ഒരു 3 മണിക്കൂർ എന്നെ പിടിച്ചങ്ങ് ഇരുത്തി. തുടങ്ങി നിന്നെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ. ഓ, എന്നാ ഒലിപ്പിലിടാവേ. അവസാനം ഇറങ്ങാൻ നേരം എന്റെ കയ്യെ കയറി പിടിച്ചൊരു ചോദ്യം, ഇനി വരില്ലേ എന്ന്. നിർത്തടാ, അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ആ വിശ്വാസം നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? എടാ, നീ വലിയ കോപ്പാണെന്ന് പറഞ്ഞ് അവളെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ എന്തായി? നീ ഒറ്റയ്ക്ക് തെണ്ടി നടന്നു തീരും. വലിയ സ്നേഹവും പറഞ്ഞ് ഒലിപ്പിച്ചോണ്ട് ഒരുത്തി കൂടുണ്ടല്ലോ ഇപ്പൊ. നീ നോക്കിക്കോ, ഒടുവിൽ ഇതും ഗോപിയ. എടാ, നമ്മൾ സ്നേഹിക്കുന്നവരല്ല, ഒടുവിൽ നമ്മളെ സ്നേഹിക്കുന്നവരൊപ്പം കാണുന്നത്.
ഓ ഹലോ ഓക്കെ ആ ശ്രീധർ സാറാ സാറപ്പൊന്നു ആ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ സിസ്റ്റർ ഇത് ലോപ്പ സാറിനുള്ളതാ. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി സാറേ. സത്യത്തിൽ എന്താ സംഭവിച്ചേ? മറ്റേ പൂവാല സുഖാസുല്ലേ, അവൻ പ്രേമിച്ച പെണ്ണുപോയ ദേഷ്യം തീർക്കാനേ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലിന്റെ മോളിൽ കയറി എന്തോ വൃത്തിയേട് കാണിച്ചു. ഇതാ വാടം കണ്ട് അവര് ലോപ്പ സാറിന്റെ പഴയൊരു സെറ്റപ്പാണല്ല. അവനിവിടെ മണ്ണന്തലിൽ ഉണ്ടെന്നറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പോയതാ. സാറിന്റെ ചേട്ടൻ ചെറുതായിട്ടൊന്ന് പിഴച്ചെന്നാ ആശുപത്രി കൊണ്ടാക്കിയപ്പോ സുഹാസ് പറഞ്ഞത്. പാവം സുഹാസ് ഒരുപാട് പേടിച്ചുപോയി. പിന്നെ ഞാൻ അവനെ സമാധാനിപ്പിച്ചു വിട്ടത്. യെസ്, എങ്ങനെയുണ്ട്? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ പ്ലീസ്. ക്ലാര ചേച്ചി വിഷമിക്കാതെ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടു എന്ന് കരുതിയാ മതി. ഐ എം ഡോക്ടർ ശ്രീധർ. ഹലോ ശ്രീധർ. എങ്ങനെയുണ്ട് സാറിന്? ഒന്നും പറയാറായിട്ടില്ല. ഇൻട്രാസെർബറൽ ഹെമറേജ് ഇൻഡ്യൂസ്ഡ് കോമയാണ് ഡ്യൂ ടു സിവിയർ ഹെഡ് ട്രോമ. ഐ ഡോണ്ട് സീ എ ഹോപ്പ് ആക്ച്വലി. താങ്ക് യു സർ. അഞ്ജു, ഞാൻ നമ്മുടെ ശങ്കർ ഫാനിനെ കാണാൻ പോവാ, സിദ്ധാർത്ഥ് മേനൻ. ക്യാൻ യു ജോയിൻ മീ പ്ലീസ്? സോറി റോയ്, അത് ശരിയാവില്ല. യു നോ വൈ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ മാനേജ്. എങ്ങനെ ആയാലും അയാളെ എന്ന് ഞാൻ പോക്കറ്റിലാക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എനിക്ക് തോന്നുന്നത് ഈ ഹെയർ ഫിക്സിംഗ് നല്ല സ്കോപ്പുള്ള ബിസിനസ്സാണെന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പം നോക്കൂ, ഇവിടെ ആരുടെ തലയിലാണ് ഒറിജിനൽ മുടിയുള്ളത്? ഹേ, ഇത് ഒറിജിനല്ല. ഓ ഇസ് ഇറ്റ്? അല്ലെങ്കിൽ തന്നെ ഈ പ്രായവും കഷണ്ടിയായിട്ടൊന്നും ഇക്കാലത്ത് ഒരു ബന്ധവുമില്ല. നീ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. പോ. ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. Roy, what do you prefer? Something hot? Yeah, I want something hot. തണുത്തത് എന്തെങ്കിലും ആവുന്നതാണ് നല്ലത്. തണുത്തത് കുടിക്കുമല്ലോ. ആ, അവനത് മതി. Okay. ഹലോ, പറയൂ, എന്താ റോയിയുടെ സജഷൻ? നമ്മുടെ ലോഞ്ചിങ് ഇവൻറ്റിന് നല്ല റീച്ച് കിട്ടണം. ആ, അത് വേണം. അതിന് നമുക്കൊരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ഒരു സെലിബ്രിറ്റി. അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ റോയിയുടെ മനസ്സിൽ? സർ, അതിപ്പോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാള്. How about Shankar, sir? ശങ്കർ? Actor Shankar, you know? എക്സലന്റ് ചോയ്സ്. മിസ്റ്റർ റോയ്ക്ക് എങ്ങനെ ഈ ഒരു പേര് സ്ട്രൈക്ക് ചെയ്തത്? പിന്നെ പഴയ ശങ്കർ മേനക കോമ്പിനേഷൻ സാറിന്റെ ഫേവറേറ്റ്. ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ? വാവ്. അപ്പൊ ഇന്നത്തെ കാലത്തും നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല സർ. നൗ ഐ ഫീൽ മോർ ത്രിൽഡ്. ഓക്കെ, ഞാൻ നമ്മുടെ ഐസക്കുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. Grape crush. താങ്ക് യു.
ഡോളി സ്പെഷ്യൽ. റോയ്ക്ക് മൂവിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? You look so handsome. Oh, really? But I don't think I'm a good actor. Oh, come on. I don't think so. ആക്ച്വലി ഞാൻ ഡോളിയെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച, ഞങ്ങളുടെ ന്യൂ ഇയർ കാലണ്ടറിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? യുനോ ഡോളി, യുവ് ഗോട്ട് എ ഗുഡ് സ്ട്രക്ചർ, സൂപ്പർ മോഡൽ ലൈക്ക്. I'm ready. But സിദ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. You know, old people. അയാളുടെ പോകാൻ പറ. What? നത്തിങ്. സാർ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഈ ഐറ്റത്തിൻ്റെ നമ്പർ ഇപ്പം എങ്ങനെയാ ഒന്ന് ഒപ്പിക്കുക? Anyway, I'll give you my number. Who knows? ചിലപ്പോ സിദ് സമ്മതിച്ചാലോ? അബ്ദുള്ള മലയെ തേടി പോയപ്പോൾ മല അബ്ദുള്ളയെ തേടി വരുന്നു. ഓക്കെ ഐസക്, ടേക്ക് കെയർ, ബൈ. ഓഫീസിലേക്കൊക്കെ ഒന്ന് വരൂ. when you get some time. Okay. അപ്പൊ എവരിത്തിങ് ഓക്കെ. നാളെ തന്നെ ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടുക. Okay, sir. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റോയി നോക്കിക്കോളൂല്ലോ. ഞാൻ നോക്കണം സർ, നോ പ്രോബ്ലം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം ഉണ്ടല്ലോ ഇവിടെ. എന്താ? മാഡം ഇവിടെ. അത് വേണ്ട, എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ സർ. ഇത് വേണമെങ്കിൽ കുടിക്കേ, നീ ഇപ്പുറത്തിരിക്കെ. ഇനി ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിൽ വെച്ച് മതി, വീട്ടിൽ വേണ്ട കേട്ടോ. കുടിക്കേ.